ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടൻ ഉണ്ടാക്കിയൊരു ചിക്കൻ കറി റെസിപ്പി കേട്ടോ. ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നുള്ള ഐറ്റമായിരുന്നേ. അപ്പോൾ ഇതിലധികം മസാലപ്പൊടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. മെയിനായിട്ട് എല്ലാം ചതച്ചെടുക്കലാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 5-6 ചതച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 5-6 ചതച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തേക്കണം, അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിന് ഞാൻ എടുക്കണം കേട്ടോ. ഇനി നമ്മൾ മെയിൻ ഐറ്റമാണ് നമ്മൾ നാളികേരം ഉണ്ടല്ലോ, അത് കണലിട്ട് ചുട്ടെടുത്താണ്, അതും കൂടി ഒന്ന് ചതച്ചെടുക്കുക. അപ്പം നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചട്ടി വെച്ച് കുറച്ച് ഓയിൽ വെച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇങ്ങനെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ നമ്മളെ വറ്റൽമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചുട്ട് വെച്ച് നാളികേരം ചതച്ച് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാലായിട്ടുള്ള റെസിപ്പിയാണ്. മസാലപ്പൊടികളൊക്കെ കുറവാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ ഒട്ടും ബാക്കിലല്ല കേട്ടോ ഈ ഒരു ചിക്കൻ കറി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്